നാമജപം. കൃതയുഗത്തിൽ ധ്യാനത്തിനും ത്രേതായുഗത്തിൽ യാഗത്തിനും ദ്വാപരയുഗത്തിൽ പൂജയ്ക്കുമാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. എന്നാൽ കലിയുഗത്തിൽ നാമജപത്തിനാണ് കൂടുതൽ പ്രാധാന്യം. കലിയുഗത്തിൽ മനുഷ്യ മനസ്സ് മലിനവും ഏകാഗ്രത നഷ്ടപ്പെട്ടതുമാണ്. അതിനാൽ നിത്യനാമജപത്തിലൂടെ മനസ്സിൻ്റെ മാലിന്യങ്ങൾ അകറ്റി സൂര്യനെ പോലെ തെളിവുറ്റതാക്കേണ്ടത് അത്യാവശ്യമാണ്. പൂർവജന്മാർജിതം പാപം വ്യാധിരൂപേണ ജാതേ എന്നാണല്ലോ പുരാണങ്ങൾ പറയുന്നത്. മുജ്ജന്മ പാപങ്ങളാണ് ഈ ജന്മത്തിൽ രോഗങ്ങളായും ഗ്രഹപ്പിഴകളായും നമ്മെ ബാധിക്കുന്നത്. സർവപാപഹരമായ നാമജപത്താൽ സകല ഗ്രഹപ്പിഴകളും ഒഴിവാക്കുവാൻ നമുക്ക് സാധിക്കും. ഈശ്വരനാമം അറിഞ്ഞോ അറിയാതെയോ, ബോധപൂർവമോ അല്ലാതെയോ, ശരിയായോ തെറ്റായോ എങ്ങനെ ജപിച്ചാലും ജപം ഭക്തിപൂർവവും വിശ്വാസപൂർവവുമായാൽ അതിന് ഉദ്ദിഷ്ടഫലം സിദ്ധിക്കുന്നു. ഈശ്വരനാമത്തിൻ്റെ ശക്തി ആർക്കും നിർവചിക്കുവാനോ അളക്കുവാനോ സാധ്യമല്ല. ഈശ്വരനാമജപം പാപങ്ങളെയെല്ലാം നശിപ്പിക്കുന്നു. അഗ്നിയെപ്പോലെ നിത്യവും നാമം ജപിക്കുന്നവൻ അതിദിവ്യമായ അഗ്നിശുദ്ധിയാണ് കൈവരിക്കുന്നത്. അത് നമ്മിലുള്ള ദുർവാസനകളെ നശിപ്പിക്കുന്നു. ഈശ്വരനാമത്തിന് അപാരമായ പാപനാശന ശക്തിയുണ്ട്. നിത്യേനയുള്ള നാമജപത്തിലൂടെ സമസ്ത പാപങ്ങളും നശിക്കുന്നു. അതോടെ നമ്മുടെ സമസ്ത ദുഃഖങ്ങൾക്കും ശാന്തി ലഭിക്കുന്നു. നമസ്കാരം.